അനു, വളരെയധികം കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് വയനാടുള്ളത്. അവരുടെ തീരുമാനം എന്താണെന്ന് നാളെ അറിയുവാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ സജ്ജമായിരിക്കുന്ന ക്രമീകരണങ്ങൾ? വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള പ്രതീക്ഷകളും ആശങ്കകളും സംബന്ധിച്ച് മുന്നണികൾക്കുണ്ട്. ഏതായാലും അതിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം വയനാട്ടിലും പൂർത്തിയായി. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട മലപ്പുറം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 3 നിയമസഭാ മണ്ഡല കേന്ദ്രങ്ങളിലും അതോടൊപ്പം കോഴിക്കോട് തിരുവമ്പാടിയിലും വയനാട്ടിൽ കൽപ്പറ്റ SKMJ സ്കൂളിലുമാണ് ഈ വിധത്തിൽ വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനായുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം എല്ലാം പൂർത്തിയായി. വിവിധ ഉദ്യോഗസ്ഥരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് മണ്ഡലം വോട്ടെണ്ണലിന്റെ ഭാഗമായി വോട്ടെണ്ണൽ നിരീക്ഷകരായി ചുമതലപ്പെടുത്തിയ വിവിധ പേർ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. അവരുടെ ചുമതലകളിലാണ്. ഏതായാലും വലിയൊരു പോളിംഗ് ശതമാനത്തിലെ കുറവ് വയനാട്ടിൽ കഴിഞ്ഞ പോയ ഉപതെരഞ്ഞെടുപ്പ് പ്രകടമായിരുന്നു. 73.48% പോളിംഗ് ഇത്തവണ 64.72 കുറഞ്ഞത്. 8.85% വലിയ കുറവുണ്ടായി. പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന അവകാശവാദവുമായാണ് UDF മണ്ഡലത്തിൽ മത്സരിച്ചത്. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം ആ വിധത്തിൽ പ്രതികൂലമായി ബാധിച്ചൊരു പോളിംഗ് ശതമാനമായിരുന്നു വയനാട്ടിൽ ഉണ്ടായത്. അതെല്ലാം LDFന്റെ കൃത്യമായ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഫലമാണ് എന്നാണ് LDFന്റെ അവകാശവാദം. അത് തെരഞ്ഞെടുപ്പിൽ പ്രകടമായെന്നും LDF പറയുന്നു. സത്യമൊഗേരിയുടെ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. അതേസമയം വോട്ട് ശതമാനം ഉയർത്താനുള്ള ശ്രമങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെല്ലാം വലിയ തോതിൽ അത് പ്രകടമായിരുന്നു. വലിയ ജനപങ്കാളിത്തമെല്ലാം വിവിധ മുന്നണികളുടെ പ്രചരണ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും ആ വിധത്തിൽ വലിയ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിലും നടന്നത്. വിവിധ മുന്നണികൾ വിവിധത്തിൽ പ്രതീക്ഷകളിലാണ്. ഈ കൽപ്പറ്റ SKMJ സ്കൂളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അറിയാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ 12 ടേബിളുകളായി ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കും. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് വയനാട്.